കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. എന്ത് ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ലല്ലോ സജി എന്നുള്ളതാണ് ഒരു ഡയലോഗ്. ഈ ഒരു ഡയലോഗ് അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളുടെ പല ആളുകളുടെയും ട്രേഡിംഗ് ഉള്ളത്. നമ്മൾ പല പല ഇൻഡിക്കേറ്റേഴ്സ്, പല പല ലീഡിങ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു, പല വീഡിയോസ് കണ്ടു. അതല്ലെങ്കിൽ ട്രേഡിങ് പഠിക്കാനായിട്ട് വില കൂടിയ പുസ്തകങ്ങൾ വാങ്ങി നമ്മൾ വായിച്ചു. എന്നിട്ടും രണ്ടറ്റവും അങ്ങ് കൂട്ടിമുട്ടുന്നില്ല. ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ കൈക്കുള്ളിൽ നമുക്ക് ഒതുക്കാനോ അതല്ലെങ്കിൽ ഇതുവഴി നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻകം എടുക്കാനോ പറ്റാത്ത രീതിയിലാണ് നമ്മളിൽ പല ആളുകളും ഉള്ളത്. പല ആളുകളും ഇത് മടുത്ത് നിർത്തിപ്പോയി. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട്. രണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്ന്, നമ്മുടെ ട്രേഡിംഗ് ഹവേഴ്സ് ഉയർത്തുകയാണ്. നിലവിൽ തന്നെ സെബി പറയുന്നു 10-9 പേര് നഷ്ടത്തിലാണ്. എന്നാൽ അത് ഏത് സമയത്ത് 9:15 മുതൽ 3:30 വരെയുള്ള സമയത്ത് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ 10-9 പേര് നഷ്ടത്തിലാണ് എങ്കിൽ ട്രേഡിംഗ് അവർ ഉയർത്തി 11 മണി വരെ ആക്കുന്ന സാഹചര്യത്തിൽ ലാഭമാണോ കൂടുന്നത്, നഷ്ടമാണോ കൂടുന്നത്? ഇതിൽ തന്നെ രണ്ട് കാര്യമുണ്ട്. ചില ആളുകൾ വിചാരിക്കും ഞാൻ 3:30 ട്രേഡിംഗ് നിർത്തി, ഞാൻ ഇനി സെക്കൻഡ് ഹാഫിൽ ട്രേഡ് ചെയ്യാനായിട്ട് തുനിയുന്നില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയൊക്കെ എടുത്ത ആളുകൾ നമ്മളിൽ പല ആളുകളും ഉണ്ടാവാം. എന്നാലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്ത് പോകും. കാരണം ഈ ഒരു ട്രേഡിംഗ് പാനൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ട്രേഡിംഗ് ആപ്പിൽ തെളിയുന്ന ഗ്രീൻ റെഡ് ക്യാൻഡിൽസ്, അതല്ലെങ്കിൽ റെഡ് ഗ്രീൻ ഫിഗേഴ്സ്, പ്രോഫിറ്റും ലോസും, ഇതെല്ലാം തന്നെ നമ്മൾക്ക് വളരെയധികം ഉത്തേജനം നൽകുന്ന ഒരു സംഗതിയാണ്. ട്രേഡിംഗ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇതില്ലാതെ ഒരു ദിവസം തള്ളി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സാറ്റർഡേ സൺഡേസിലെല്ലാം തന്നെ ട്രേഡിംഗ് ഇല്ല എന്നുള്ളത് നമുക്ക് മാനസികമായിട്ട് അറിയാം. എന്നാൽ 4:30 ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 11 മണി വരെ മാർക്കറ്റ് ഉണ്ട് എന്ന് അറിയാവുന്ന നമ്മൾ അത് ഒഴിവാക്കി വേറെ മറ്റു ആക്ടിവിറ്റീസ് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രസക്തി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ജഡ്ജ് ചെയ്ത് പോകരുത് ഇത് സമയം പോകുന്ന ഒരു സംഗതിയാണെന്ന്. കാരണം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണ് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് വീഡിയോസിലെല്ലാം തന്നെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള സംഗതികൾ പറഞ്ഞാൽ മാത്രമാണ് ഇതൊരു വലിയൊരു കാര്യമാണ് ഇവൻ പറയുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേട്ട് പഴകിയതായതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആവില്ല. പക്ഷേ വീഡിയോ വളരെ സാവധാനം കാണാം. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ ചിന്തയിലും നമ്മൾ വായിച്ച പുസ്തകങ്ങളിലും കണ്ട വീഡിയോസിലെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ചെറിയ ഒരു കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ വളരെയധികം വാല്യൂ ഉള്ളൊരു കാര്യമാണ്. അത് ആദ്യമേ തന്നെ വീഡിയോനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക, പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയൊരു വെജിറ്റബിൾ, ഫോർ എക്സാമ്പിൾ ഒരു തക്കാളിയാണെന്ന് കരുതുക. നമ്മൾ തക്കാളീനെ നമ്മുടെ പറമ്പിലേക്ക് വലിച്ചെറിയുകയാണ്. നമ്മൾ ഉപയോഗശൂന്യമായ തക്കാളിയാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല തക്കാളിയാണെന്ന് ഇരിക്കട്ടെ, നമ്മൾ പറമ്പിലേക്ക് എറിഞ്ഞു. ഈ തക്കാളിയിൽ എന്താ സംഭവിക്കുക? തക്കാളിയിൽ നമ്മുടെ ആ ഒരു മണ്ണിൽ കിടക്കുന്ന തക്കാളി മണ്ണിലേക്ക് അലിയാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ബാക്ടീരിയാസ് എല്ലാം തന്നെ ഫോം ആയി 1, 2, 3 ദിവസം കൊണ്ട് ഇത് മണ്ണിൽ അലിയും. ഇതൊരു പ്രകൃതി നിയമമാണ്, പ്രകൃതി പ്രതിഭാസമാണ്. എല്ലാം മണ്ണിലേക്ക് അലിയുക, ശിഥിലമാകുക, ഡീക്കേ വരിക, ഡിസ്റ്റിങ്ഷ് ആവുക എന്നുള്ളതെല്ലാം തന്നെ ഒരു പ്രകൃതി നിയമമാണ്. ഈ ഒരു തക്കാളിനെ ഇത്തരത്തിൽ ജീർണിക്കാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ ജീർണിക്കരുത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? വളരെ സിമ്പിളാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഈ ഒരു തക്കാളിനെ വെക്കും. അപ്പോൾ നിശ്ചിത ടെമ്പറേച്ചറിൽ പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജ് ഈ ഒരു തക്കാളീനെ ഇത് യാതൊരു കേടുപാടുകളില്ലാതെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇത് സുരക്ഷിതമായിട്ട് ഇരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ തക്കാളി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മനസ്സാണ്. അപ്പോൾ തക്കാളി പുറത്തേക്ക് എറിയുന്ന തക്കാളി ഓട്ടോമാറ്റിക്കലി ഇത് ജീർണിച്ച് ഡീക്കേ വന്ന് പ്രകൃതിയിലേക്ക് അലിയുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് റെസ്റ്റ് ചെയ്യുക, കിടന്നുറങ്ങുക, ഒന്നും ചെയ്യാതിരിക്കുക, വേറെന്തൊക്കെയോ ആലോചിച്ച് ചുമ്മാ ഇരിക്കുക.
അല്ലെങ്കിൽ നമുക്ക് പ്ലഷർ കിട്ടുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അത് ജോലിയൊന്നുമില്ലല്ലോ, നമ്മൾ ഒരു തരത്തിൽ ചുമ്മാ സമയം പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കുക, ഇതൊക്കെയാണ് നമ്മളെ മനസ്സ് എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ മനസ്സിലെ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിംഗ് ഇത് തന്നെയാണ്. എല്ലാ ആളുകളുടെയും മനസ്സിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിംഗ് ഇതാണ്. നേരത്തെ തക്കാളിനെ നമ്മൾ ജീർണിക്കാത്ത അവസ്ഥയിൽ ഫ്രിഡ്ജിൽ വെച്ച പോലെ തന്നെ നമ്മളെ മനസ്സ് ഇത്തരത്തിൽ ഇങ്ങനെ 1-2 ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോയി. ഇത് നമുക്ക് ജീർണിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജീർണിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതെല്ലാം ഒരു ദിവസം ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല. കാരണം ഫ്രിഡ്ജിൽ ഒരു ദിവസം വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഐസാവും, രണ്ടാമത്തെ ദിവസം ഫ്രിഡ്ജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐസ് വെള്ളമാവും. അതുപോലെ തന്നെയാണ് മനസ്സ്. നമ്മളൊരു കാര്യം, ഒരു പുതിയ ട്രേഡിങ് സെറ്റപ്പ് നമ്മൾ പഠിക്കുകയാണ്. ആ ഒരു സെറ്റപ്പ് പഠിച്ചു, അത് ഒരു ദിവസം പഠിച്ചു, രണ്ടാമത്തെ ദിവസം അത് ഇട്ടിട്ട് പോകും. ചിലപ്പോൾ വർക്കായി ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല അതിൻ്റെ ന്യൂനതകൾ എന്താണ്. ഇതിനെ പരിഹരിക്കാനായിട്ട് ഇതിനെ നമ്മൾ ചിസിൽ ചെയ്തിട്ട് ഇത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് ഒരു ട്രേഡിംഗ് സെറ്റപ്പിനെ മാറ്റാനായിട്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് ഈ വീഡിയോയുടെ ഓതർ പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പുസ്തകങ്ങളിൽ ഉണ്ടാവില്ല. കാരണം ഓരോ ആളുകളുടെയും ട്രേഡിംഗ് സെറ്റപ്പ് അവരുടെ സാമ്പത്തിക ലക്ഷ്യവും അവരുടെ നിലവിലുള്ള ജോലിനെയും ഒക്കെ അടിസ്ഥാനപ്പെട്ട് ഇരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് ആരാ? നമ്മളാണ്. അപ്പോൾ ഇത് ഒരു ദിവസം ചെയ്താൽ മതിയോ? ഇല്ല. ഇതൊരു നമ്മൾ എത്ര നാളും ട്രേഡിങ് നമ്മളൊരു കരിയറായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നാളും നമ്മളുടെ പുതിയ പുതിയ പഠനങ്ങളിൽ ഏർപ്പെടണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ഷാർപ്പാക്കണം. ഇവിടെ മനസ്സിനെ ഷാർപ്പാക്കി ഈ ഒരു ഫ്രിഡ്ജ് എന്ന പോലെ തന്നെ നമുക്ക് ശക്തമായിട്ടുള്ളൊരു ഇച്ഛാശക്തി വേണം. എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഇപ്പോൾ ജിമ്മിൽ പോയാൽ നമ്മളൊരു കുറച്ച് ദിവസം പോയതിനു ശേഷം, അല്ലെങ്കിൽ ആദ്യം പോകാൻ നമുക്ക് വളരെയധികം ഉഷാറായിരിക്കും. പിന്നീട് പോയി നിർത്തിയാൽ യാതൊരു ഗുണം ഉണ്ടാവില്ല. എന്നാലോ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ജിമ്മിൽ ഒരു 1 hour സ്പെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ പിന്നീട് മുന്നോട്ട് പോയി അവർക്ക് വേണമെങ്കിൽ ഒരു 10-30 മിനിറ്റിനുള്ളിൽ അവരുടെ വർക്കൗട്ട് തീർക്കാൻ പറ്റും. കാരണം എന്താ? ഓൾറെഡി അവരുടെ ബോഡി ആ ഒരു രീതിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ മണിക്കൂറുകളോളം പല സ്ട്രാറ്റജീസും പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. എന്നാൽ പിൽക്കാലത്തേക്ക് നമ്മൾക്ക് കുറച്ച് സമയം മതിയാകും. പക്ഷേ അവിടെയും കുറച്ച് സമയം വേണം. ജിമ്മിൽ പോകുന്ന ആൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പോകാതിരുന്ന അയാളുടെ ബോഡി വീണ്ടും പഴയതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് പോകും അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ ഒരു പഠനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് നിർത്തരുത്. ഇന്നെന്താണ് മാർക്കറ്റിലെ അവസ്ഥ, ഇന്നെന്താണ് ഗ്ലോബൽ ഈവൻറ്റുകളുള്ളത്, ഇന്നെന്താണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, അത് നമ്മൾ പല ഡേറ്റാസ് അനലൈസ് ചെയ്തതിന് ശേഷം പല ന്യൂസുകൾ നോക്കിയതിന് ശേഷം പഠിച്ചതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിലേക്ക് വരേണ്ടത്. അത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ചെയ്യണം. അതല്ലെങ്കിൽ അയാളും ഇന്നലെ വന്ന ട്രേഡിങ്ങിലേക്ക് വന്ന ആളും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പല കാര്യങ്ങളും നിലവിൽ തന്നെ കണ്ടിട്ടുണ്ട്. പല സ്ട്രാറ്റജീസും നമ്മുടെ കയ്യിലുണ്ട്. പല ലീഡിങ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സും നമുക്കറിയാം. ഇത് നമ്മൾ പണ്ടപ്പോഴോ ഉപയോഗിച്ച് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. എന്നാൽ നിലവിൽ നമുക്കുള്ള, അത് മൂവിങ് ആവറേജ് ക്രോസർ ആവട്ടെ, മാഗ്ഡി ആവട്ടെ, സ്റ്റോക്കാസ്റ്റിക് ആവട്ടെ, RSI ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള SMC കൺസെപ്റ്റ് ആവട്ടെ, ബ്ലോക്ക് ചെയിൻ ആവട്ടെ, അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പല ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആവട്ടെ, അല്ലെങ്കിൽ സ്വിംഗ് സ്ട്രാറ്റജീസ് ആവട്ടെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെ എല്ലാ ദിവസവും അതിനെ വീണ്ടും ബ്രഷ് ചെയ്ത് ചിസിൽ ചെയ്ത് മിനുക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊരു അവധിയില്ല. ഇതിന് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഷാർപ്പാക്കാനായിട്ട് ഒരു അവധി എടുക്കരുത്. എല്ലാ ദിവസവും ട്രേഡിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ കണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കുക. കാരണം എന്തൊക്കെ പറഞ്ഞാലും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഇമോഷണൽ ഗെയിമാണ്. എത്രത്തോളം നമ്മുടെ മനസ്സിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും. ഏതൊക്കെ സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ തീരുമാനിക്കണം, ഇന്ന് ഞാൻ ട്രേഡിങ് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടാവാം, പക്ഷെ അങ്ങനെ ട്രേഡിങ് എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ,
അത് ആ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് ചില്ലറക്കാർക്ക് പറ്റില്ല. കാരണം ഇവിടെ റെഡ് ക്യാൻഡിൽസും ഗ്രീൻ ക്യാൻഡിൽസും നമ്മളെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടായിട്ട് പോലും നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് മീറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ അവിടെ ഇല്ല എങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ലോസ് കട്ട് ചെയ്യുക, പ്രോഫിറ്റ് റൈഡ് ചെയ്യുക പറയുമ്പോൾ വളരെ 3 സെൻറ്റൻസിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ പൊസിഷൻ സൈസിങ് ഇതിൻ്റെ മീനിങ്, ഇത് യഥാർത്ഥ പൊസിഷൻ സൈസിങ് എന്താണെന്ന് അറിയാതെയാണ് പലരും ട്രേഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് എന്താണ്, എന്താണ് നമ്മൾ ആ റിസ്ക് റിവാർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഒരാളുടെ റിസ്ക് റിവാർഡല്ല മറ്റൊരാൾക്കുള്ളത്, അത് സ്വയം ഡിസൈൻ ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ്ങും എല്ലാം തന്നെ സ്വയം ഡിസൈൻ ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. അത് ഡിസൈൻ ചെയ്യാനായിട്ട് മറ്റുള്ള വീഡിയോസ് കാണാം, ഈ വീഡിയോസ് ഉൾപ്പെടെയുള്ള വീഡിയോസ് കാണാം. പക്ഷേ നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് നമ്മളാൽ എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണം, മറ്റൊരാളുടെ കോപ്പി അടിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആവരുത് ട്രേഡിങ്. കാരണം നമ്മളും നമ്മളുടെ മുമ്പിലുള്ള ക്യാൻഡിലും തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ളൊരു ആശയവിനിമയമാണ് നമ്മളുടെ പ്രോഫിറ്റ്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ ഒരു സെറ്റപ്പ് അത് അതേപടി കോപ്പി ചെയ്യുമ്പോൾ നമ്മളും നമ്മളുടെ മുമ്പിലിരിക്കുന്ന ക്യാൻഡിൽ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടന്നു വേണം നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ. എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്ന ക്യാൻഡിൽ തന്നെയാണ് മറ്റൊരാൾ കാണുന്നത്. എന്നാൽ മറ്റൊരാൾ വിലയിരുത്തുന്ന രീതിയിലല്ല നമ്മൾ വിലയിരുത്തുന്നത്. മറ്റൊരാൾക്കും നമുക്കും ഒരേ രീതിയിൽ വിലയിരുത്താനും പറ്റില്ല. അപ്പോൾ ഇത് നമ്മളും നമ്മളുടെ മുമ്പിലുള്ള ക്യാൻഡിലും തമ്മിലുള്ള ഒരു ആശയവിനിമയം കൃത്യമായിട്ട് നടന്നാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇതല്ല സംഭവിക്കുന്നത്. ഒന്നാമത് ട്രേഡിങ് ആളുകൾക്ക് പഠിക്കാൻ മടി. ഇതിപ്പോൾ 2 രീതിയിലും പഠിക്കാൻ മടി. ഒന്ന് പുറത്ത് പോയി പഠിക്കാൻ മടി, ഒന്ന് ഇത് വീഡിയോസ് നിലവിൽ യൂട്യൂബിലുണ്ട് അത് കണ്ട് പഠിക്കാൻ മടി. പെട്ടെന്ന് കാര്യം നടക്കണം എന്നുള്ളൊരു ചിന്ത, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു എന്താണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്? പഠനം. ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. തക്കാളിന് ഫ്രിഡ്ജിൽ വെച്ച പോലെ തന്നെ നമ്മളെ മനസ്സിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന പോലെ എല്ലാ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ശിഥിലമായി പോകും, നമ്മുടെ മനസ്സ് ഡിസോർഡറായി പോകും. തക്കാളി എങ്ങനെയാണോ മണ്ണിൽ അലിഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ട്രേഡിങ് താളം തെറ്റും. ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ നമ്മൾ കുറേ കാശ് എക്സ്ചേഞ്ചിന് കൊടുക്കുന്ന രീതിയിലേക്ക് ആയി മാറും നമ്മൾ ട്രേഡിങ്. അങ്ങനെ ആയി മാറാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. ഒരു നല്ലൊരു കരിയർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.